അപകടത്തിൽപ്പെടുന്ന ബസ്സുകളുടെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുമെന്ന ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം അംഗീകരിക്കാനാകില്ലെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. മന്ത്രി പ്രസ്താവന പിൻവലിക്കണം. നടപടിയുണ്ടായാൽ സർവീസ് നിർത്തി സമരം തുടങ്ങുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ വ്യക്തമാക്കി. വിപിൻ സി വിജയൻ മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകും. വിപിൻ, എന്താണ് ഇക്കാര്യത്തിൽ ബസ് ഉടമകളുടെ ആശങ്ക? വിജയകുമാർ, ഈ ബസ് ഉടമകൾ പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ വലിയ അപകടങ്ങൾ പത്തനംതിട്ടയിലും ഒപ്പം തന്നെ പാലക്കാടും ആലപ്പുഴയിലും ഒക്കെ സംഭവിച്ചു. പക്ഷെ അതൊന്നും തന്നെ ഒരു സ്വകാര്യ ബസ് പോലും ഉൾപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഇനി ഒരു അപകടമുണ്ടായാൽ 6 മാസത്തേക്ക് സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കും എന്ന് സസ്പെൻഡ് ചെയ്യും എന്നുള്ള ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇപ്പോൾ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ രംഗത്ത് വന്നിരിക്കുന്നത്. മന്ത്രി ഈ പ്രസ്താവന പിൻവലിക്കണം. അത്തരത്തിൽ പെർമിറ്റ് റദ്ദാക്കുന്ന അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിനെതിരെ സമരവുമായി, അതായത് ബസ്സുകൾ നിർത്തിയിട്ടുള്ള ഒരു സമരത്തിലേക്ക് തന്നെ പോകും. ഒപ്പം തന്നെ കോടതി വഴിയും അതിനെ നേരിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ബസ് ഓപ്പറേറ്റേഴ്സിനെ വളരെയേറെ തകർക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ പല തവണ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടും ഈ കോവിഡിനൊക്കെ ശേഷം ഇതുവരെയും അത്തരത്തിൽ ബസ്സുകൾ നിർത്തിയുള്ള ഒരു സമരത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അതിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ബസ് ഉടമകൾ പ്രധാനമായും പറയുന്നത്. അപ്പോൾ ഇതിനെതിരെ ഈ ഒരു പ്രസ്താവന പിൻവലിക്കണമെന്ന ആവശ്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നു. അപകടമുണ്ടാക്കുന്ന ബസ്സുകളുടെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യും എന്നതാണ് ഗതാഗത മന്ത്രിയുടെ, സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അങ്ങനെയാണെങ്കിൽ അത് അംഗീകരിക്കില്ലെന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത്. മന്ത്രി അത് തീരുമാനം പിൻവലിക്കണം. ഇനിയിപ്പോൾ നടപടിയെടുത്താൽ സർവീസ് നിർത്തി സമരം തുടങ്ങും എന്നൊരു ഭീഷണി കൂടി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും അപകടമുണ്ടാക്കുന്ന ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന നിലപാടിൽ സർക്കാർ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.